ഗാനഗന്ധർവ എന്നൊരു പേര് നമുക്ക് പറയാമെങ്കിൽ, അങ്ങനെ പറയാവുന്നതേ ഉള്ളൂ. പറയാമെങ്കിൽ ഞാനത് പറയും. ഞാൻ പറയുന്നത് അത് ജാനകിയമ്മയാണ്. ശ്രീമതി എസ് ജാനകി എന്ന് പറയുന്ന അതുല്യയായ ഗായിക, നമ്മുടെ പിന്നണി ഗായക രംഗം തന്നെ അടക്കി വാണിരുന്ന ഒരു കാലമായിരുന്നു ഉണ്ടായിരുന്നത്. മലയാളികൾക്കൊരിക്കലും ജാനകിയമ്മയെ മറക്കാനൊക്കത്തില്ല. അതിൻ്റെ കാരണം എല്ലാ മലയാളികളും വിചാരിച്ചിരുന്നത് ജാനകിയമ്മ മലയാളി തന്നെയാണ് എന്നാണ്. കാരണം മലയാളത്തിൻ്റെ ഉച്ചാരണ ശുദ്ധി, അതിലെ ആ പാട്ടുകളിലെല്ലാം, ഏതായാലും നമ്മുടെ ഗാനഗന്ധർവൻ ശ്രീ KJ യേശുദാസ് പാടുന്നത് പോലെ തന്നെ അദ്ദേഹം വളരെ ഉച്ചാരണ ഭംഗിയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ വാക്കുകൾ ഉച്ചരിക്കുന്നതിനും. അതേപോലെ തന്നെ മലയാളത്തിൽ നല്ല ഉച്ചാരണ ശുദ്ധി ഉണ്ടായിരുന്ന ഒരു ഗായികയാണ് ജാനകിയമ്മ. മാത്രമല്ല, ചെറുപ്പക്കാരൊക്കെ ഒരുപാട് പേര് രംഗത്തേക്ക് കടന്നു വന്നു. കാരണം നോക്കുമ്പോൾ നമുക്ക് സുജാതയുണ്ട്, അതുപോലെ തന്നെ ചിത്രയുണ്ട്, തുടങ്ങിയ ഗായികമാരെല്ലാം ഈ രംഗത്തേക്ക് കടന്നു വന്നപ്പോഴും ഈ രംഗത്ത് അതിൻ്റെ തലപ്പത്ത് ഉണ്ടായിരുന്നത് വർഷങ്ങളോളം ഉണ്ടായിരുന്നത് ജാനകിയമ്മയാണ്. അതറിയാം. അപ്പോൾ ജാനകിയമ്മയും ചിത്രയുമായിട്ടുള്ള അടുപ്പം എന്ന് പറയുന്നത് വളരെ വലിയ അടുപ്പമാണ്. ചിത്രയെ ഒരു മകളെപ്പോലാണ് ജാനകിയമ്മ സ്നേഹിച്ചിരുന്നത്. ആ ചിത്ര ഇന്ന് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് വന്ന് അവിടെ നിൽക്കുന്നത് കണ്ടു. ഈ ശവശരീരത്തെ മൃതദേഹത്തെ അനുഗമിക്കുന്നത് കണ്ടു സുജാതയും അതുപോലെ തന്നെ ചിത്രയും. പിന്നണി രംഗം മുഴുവൻ, ഗായകരെ ആ രംഗം മുഴുവൻ, അത് മുഴുവൻ, ആ രംഗം മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു. മൈസൂരിലുണ്ടായിരുന്നു. മൈസൂരിൽ വെച്ചായിരുന്നു അവരുടെ അന്ത്യം. 88 വയസ്സായി. പക്ഷേ 88 വയസ്സായെങ്കിൽ പോലും അതിന് മുമ്പ് അടുത്ത കാലം വരെ പാടിക്കൊണ്ടിരുന്നതാണ്. അവർ ഇപ്പോൾ ഒരു 5-6 വർഷം കൊണ്ടാണ് സ്റ്റേജ് ഷോസും അതുപോലെ തന്നെ പിന്നണി പിന്നണി രംഗവും ഒക്കെ വിടുന്നത്. അപ്പോൾ ഇത് ജാനകിയമ്മയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ പറയും, അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ വാനമ്പാടി എന്നൊക്കെ ലതാ മങ്കേഷ്കറെ എല്ലാവരും പറയാറുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് കാണുന്നത് ജാനകിയമ്മയാണ്. ലതാ മങ്കേഷ്കർ ഹിന്ദിയിലും അതുപോലെ തന്നെ ബംഗാളി തുടങ്ങിയ ഭാഷകളിലൊക്കെ പാടിയിട്ടുണ്ട്. എന്നാൽ ഹിന്ദിയിലാണ് അവർ കൂടുതലും പാടിയേക്കുന്നത്. മറ്റ് ഭാഷകളിൽ വളരെ കുറവാണ്. നേരെ മറിച്ച് ജാനകിയമ്മ അടക്കി വാണിരുന്ന രംഗം എന്ന് പറയുന്ന മലയാള പിന്നണി ഗായിക എന്നുള്ള നിലയ്ക്ക് മലയാള സിനിമയുടെ ഒരു ഭാഗം, അതുപോലെ തന്നെ തെലുങ്ക്, കന്നഡ, തമിഴ്, അതിൽ ഈ മലയാളവും തമിഴും തെലുങ്കും ഒരേപോലെ തന്നെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഗായികയാണ്. ഒരു ചെറിയൊരു കുഞ്ഞു പുസ്തകമായിട്ട് വന്നു നിൽക്കും. ആ കുഞ്ഞു പുസ്തകത്തിൽ അതിൻ്റെ പുറത്ത് ഭഗവാൻ കൃഷ്ണൻ്റെ പടമാണ്. അതിനകത്ത് ആലേഖനം ചെയ്ത ഒരു ഡയറിയാണ്. ആ ഡയറി കൊണ്ടുവന്നിട്ട് അതിൽ നോക്കി പാടും. അപ്പോൾ പാട്ട് എഴുതി വെച്ചിട്ടാണ് വന്ന് പാടുന്നത്. അത് ആരോടൊപ്പം പാടിയാലും അത് നോക്കിക്കൊണ്ടും. യേശുദാസുമായിട്ടുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് വളരെ അധികമാണ്. KJ യേശുദാസുമായിട്ടുള്ള കോമ്പിനേഷൻ വളരെ വലുതായിരുന്നു, അത്രത്തോളം ഉണ്ടായിരുന്നു. അതേപോലെയാണ് തമിഴിൽ SP ബാലസുബ്രഹ്മണ്യമായിട്ടുള്ളത്. ധാരാളം പാട്ടുകൾ, അത് എല്ലാ സംഗീത സംവിധായകരുടെയും, അതായത് പ്രമുഖരായ എല്ലാ സംഗീത സംവിധായകരുടെയും കീഴിൽ പാടിയിട്ടുണ്ട് എന്നുള്ളതാണ്. മലയാളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോവുകയാണെങ്കിൽ ജോൺസൺ മാഷ്, രവീന്ദ്രൻ, അതുപോലെ തന്നെ തുടങ്ങിയുള്ള എല്ലാ സംഗീത സംവിധായകരെയും, അത് പുതിയ സംഗീത സംവിധായകരുടെ പോലും പാട്ടുകൾ പാടിയിട്ടുണ്ട്. അപ്പം ശ്രീ ഭാസ്കരൻ എഴുതിയിട്ടുള്ള പാട്ടുകൾ, അതായിരുന്നു അത് ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ള പാട്ടുകൾ ജാനകിയമ്മ. എനിക്ക് ഓർമ്മയുള്ളത്, ഞാൻ ഇഷ്ടപ്പെടുന്ന പാട്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും വലുതായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന പാട്ട് ജാനകിയമ്മയുടേത് താമരക്കുമ്പിളല്ലോ മമഹൃദയം എന്നുള്ള പാട്ടാണ്. അത് ഭാസ്കരൻ മാഷ് എഴുതിയ പാട്ടാണ്. ആ പാട്ടാണ് ഇതുപോലെ. അതുപോലെ ബാബുരാജ് എന്ന് പറയുന്ന സംഗീത സംവിധായകൻ, അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ജാനകിയമ്മയെ മലയാളത്തിൽ പരിചയപ്പെടുത്തിയതും ഏറ്റവും കൂടുതൽ ജാനകിയമ്മയെ കൊണ്ട് പാടിച്ചിട്ടുള്ളതും. ഒരു അത്ഭുത സൃഷ്ടിയാണ് ജാനകിയമ്മ എന്നാണ് അന്ന് ബാബുരാജ്
പലരോടും പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെയാണ്, സംശയമൊന്നുമില്ല. പിന്നെ ഈ ശ്രീ യേശുദാസുമായിട്ട് പാടിയിട്ടുള്ള അകലെ അകലെ നീലാകാശം എന്ന് പറയുന്ന പാട്ടുണ്ട്. അത് അത്രത്തോളം ഓളങ്ങൾ സൃഷ്ടിച്ച പാട്ടാണ്. അതേപോലെയാണ് ഒരുപാട് പാട്ടുകൾ. പിന്നെ അവളുടെ രാവുകൾ എന്ന സിനിമയിൽ രാഗേന്ദു കിരണങ്ങൾ എന്നുള്ള പാട്ട്, ഈ പാട്ടുകളൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്, ജാനകിയമ്മയുടെ എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. പക്ഷേ ഇതിൽ ഞാൻ ഒന്നാമത് ഞാൻ കാണുന്നത് താമരക്കുമ്പിളല്ലോ എന്നുള്ള പാട്ടാണ്. പിന്നെ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നുണ്ടല്ലോ, ഓരോ ജെനുവിൻ കോസിന് വേണ്ടി നോക്കുന്ന ആളാണ്. ഇവരെയൊക്കെ ഇഷ്ടമാണ്. അതായത് ഈ ചിത്രയെ ഒരു മകളെപ്പോലാണ് ജാനകിയമ്മ സ്നേഹിച്ചിരുന്നത്. വലിയ അടുപ്പമായിരുന്നു അവർ തമ്മിൽ. ഇത് മാത്രമല്ല, എല്ലാവരുമായിട്ടും വളരെ സൗഹൃദത്തിൽ പെരുമാറുന്ന ഒരു പ്രകൃതമായിരുന്നു. ജാനകിയമ്മയുടെ ഭർത്താവ് മരിക്കുന്നത് വരെ ഒരു ചുവന്ന പൊട്ടിട്ട് അപ്പിയർ ചെയ്തുകൊണ്ടിരുന്ന ജാനകിയമ്മ ഭർത്താവിൻ്റെ മരണശേഷം ആദ്യം ചന്ദനക്കുറിയും പിന്നെ നെറ്റി മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഭസ്മക്കുറിയായിട്ടാണ് വെളിയിലേക്ക് അപ്പിയർ ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് 1077 വയസ്സിലാണ് നമ്മുടെ ഇന്ത്യ ഭാരത പത്മഭൂഷൺ അവാർഡ് സമ്മാനിക്കാനായിട്ട് ശ്രമിച്ചു, അതിന് വേണ്ടി തിരഞ്ഞെടുത്തു. പക്ഷേ അത് വിനയപൂർവ്വം ജാനകിയമ്മ നിരസിച്ചതിൻ്റെ കാരണം തെന്നിന്ത്യൻകാരോട് കാണിക്കുന്ന വിവേചനം കേന്ദ്രം ഈ കാര്യത്തിൽ അത് ചൂണ്ടിക്കാട്ടിയാണ് അവരത് വാങ്ങാൻ തയ്യാറായത്. ഇവിടെ അവാർഡ് വേണ്ടെന്ന് പറയുന്നവരും ഇത് പത്മ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടിപ്പോയി പിടിച്ച് അത് വാങ്ങിക്കൊണ്ടുവരുന്ന കാഴ്ച നമുക്ക് കാണാം. പക്ഷേ ജാനകിയമ്മ വേറിട്ട ഒരു പ്രകൃതമായിരുന്നു. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. വൈകി കിട്ടിയ ഒരു അവാർഡ് 77 വയസ്സിൽ എന്തിനവർക്ക് അവാർഡ്? 5 ദേശീയ അവാർഡുകളാണ് പിന്നീട് ഗായിക രംഗത്ത് അവർക്ക് കിട്ടിയേക്കുന്നത്. പിന്നീട് ഗാന രംഗത്ത് കിട്ടിയേക്കുന്ന 5 ദേശീയ അവാർഡുകൾ. അതുപോലെ തന്നെ മലയാളത്തിൻ്റെ ഈ സംസ്ഥാന അവാർഡുകൾ, അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ സംസ്ഥാന അവാർഡുകൾ, ആന്ധ്രയുടെ സംസ്ഥാന അവാർഡുകൾ, ഇതെല്ലാം ധാരാളം വാരിക്കൂട്ടിയിട്ടുണ്ട് ജാനകിയമ്മ. അപ്പോൾ ആ സ്വരത്തിന് മുമ്പിൽ അതിന് മുമ്പിൽ ആർക്കും നിൽക്കാൻ ഒക്കുമെന്ന് ഞാൻ കരുതുന്നില്ല മലയാളത്തിൽ. കാരണം അത്രത്തോളം നമ്മളെയൊക്കെ സ്വാധീനിച്ചതാണ്, മനുഷ്യ മനസ്സുകളെ സ്വാധീനിച്ച പാട്ടുകളാണ് ഈ പാട്ടുകൾ. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കേട്ട പാട്ടാണ് താമരക്കുമ്പിളല്ലോ മമ ഹൃദയം. ഇപ്പം എനിക്ക് 70 വയസ്സുണ്ട് ഇപ്പോൾ. അപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വയസ്സെന്ന് പറഞ്ഞാൽ ഏതാണ്ട് എനിക്ക് 1950 ഞാൻ പറഞ്ഞ 1968 കാലത്താണ്, 1967 കാലത്താണ്. അപ്പം ഇത് അന്ന് മുതൽ കേൾക്കുന്ന ശബ്ദമാണ്. ഈ ശബ്ദം ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല, മനസ്സിൽ നിന്ന് മായത്തില്ല. അതുകൊണ്ട് ഈ ജാനകിയമ്മ എന്ന് പറയുന്ന ആ പ്രതിഭാസം ഉണ്ടല്ലോ, എല്ലാ മലയാളികളുടെയും മനസ്സിൽ എന്നും കാണും. ഇപ്പോൾ അവരെ ചിതയിലേക്ക് എടുത്തേക്കാണ്. സമ്പൂർണ്ണ ദേശീയ ബഹുമതികൾ ബഹുമതിയോടുകൂടിയാണ് കർണാടക സർക്കാരിൻ്റെ ബഹുമതിയോടുകൂടിയാണ് ശവസംസ്കാരം അവിടെ ആ ഫാം ഹൗസിൽ നടക്കുന്നത്. വളരെ സങ്കടമുണ്ട് ഇതാലോചിച്ചപ്പോൾ. കാരണം ഇങ്ങനെ ഒരു ആളില്ലാതായല്ലോ എന്ന്. ഈ ഡിസംബറിൽ ഒരു അപ്പിയറൻസ് വീണ്ടും നടത്തും എന്ന് പറഞ്ഞിരുന്നതാണ് ജാനകിയമ്മയുടെ മകൻ്റെ ഓർമ്മ ദിവസം. പക്ഷേ അത് നടന്നില്ല. വളരെ ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ കഴിഞ്ഞാണ് ഈ 2 ദിവസമേ ആയുള്ളൂ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതും മരണത്തിലേക്ക് കലാശിച്ചതും. ഏതായാലും ജാനകിയമ്മ ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങിയെങ്കിലും നമ്മുടെ എല്ലാം മനസ്സുകളിൽ നിന്ന് അവർക്ക് വിടവാങ്ങാൻ പറ്റുന്നതല്ല. മറ്റ് ഗായകരുടെ മനസ്സിൽ നിന്നും അവർക്ക് വിടവാങ്ങാൻ പറ്റുന്നതല്ല. ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്ന മനുഷ്യരുടെ മനസ്സിൽ നിന്നും ജാനകിയമ്മ ഒരിക്കലും മറയുന്നില്ല എന്ന് ജീവിച്ചിരിക്കും. അവരുടെ ആത്മാവിന് നിത്യശാന്തി തരുന്നു.